ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കറി. വെൽക്കം ടു ദ വീഡിയോ. മട്ടൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ മട്ടൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മട്ടൻ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മട്ടൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മട്ടൻ എടുക്കുമ്പോൾ എല്ലും കൊഴുപ്പും കൂടി ചേർത്ത് എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മട്ടനും മസാലപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 5 വിസിൽ കേൾക്കുന്നത് വരെ കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മട്ടൻ കുക്കറിൽ വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് മട്ടൻ കറിക്കുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 250 ഗ്രാം ചെറിയ ഉള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയുടെ അളവ് കുറച്ച് ചെറിയ ഉള്ളി കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 8 വെളുത്തുള്ളി അല്ലി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും സവാളയും ടൊമാറ്റോയും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഗരം മസാലയ്ക്ക് പകരം മട്ടൺ മസാല വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രഷർ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന മട്ടൺ ഒഴിച്ചു കൊടുക്കാം. പ്രഷർ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന മട്ടൺ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇവിടെ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് നന്നായി വെന്തതിന് ശേഷം പാത്രത്തിൻ്റെ അടപ്പ് നമുക്ക് തുറന്ന് നോക്കാം. വളരെ സ്വാദിഷ്ടമായ മട്ടൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മസാലയുടെ എല്ലാം ഫ്ലേവർ കറിയിൽ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വിളമ്പാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.